അപ്പം നിങ്ങളെപ്പോലൊക്കെ തന്നെ എമ്പുരാൻ എന്നൊരു പടം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കര ആഗ്രഹമുണ്ട് കാണാൻ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമ്മുടെ ഒരു കൂട്ടുകാരൻ ആശീർവാദിലുണ്ട്, അവർ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എമ്പുരാൻ എന്നുള്ള പടം കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലൂസിഫർ ഇറങ്ങി ക്ലൈമാക്സ് സീനിൽ ലാലേട്ടൻ്റെ എൻട്രി കണ്ടപ്പോൾ തൊട്ട്, സെക്കൻഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എമ്പുരാൻ എന്ന പടത്തിന് വെയിറ്റ് ചെയ്തു. ഇപ്പം അതിൻ്റെ റിലീസാണ്. ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പടമാണ്. ഞാൻ പറഞ്ഞില്ല, ലാലേട്ടൻ്റെ ഒരു പടം വരുവാണെങ്കിൽ അത് എത്ര വലിയ ലാലേട്ടന് ഇഷ്ടമല്ലാത്തൊരു പോലും ആ ഒരു പടം കാണും. അതൊരു ഭയങ്കര ഫീലാണ്. പിന്നെ നമ്മുടെ ഈ ലാലേട്ടൻ്റെ പടം ഫ്ലോപ്പ് ആവാൻ കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു ഡയറക്ടേഴ്സോ ഒരു പ്രൊഡ്യൂസേഴ്സോ അവരുടെ പടം മോശമാവണമെന്ന് പറഞ്ഞാൽ അവർ മേക്ക് ചെയ്യാറില്ല. അത് ഫ്ലോപ്പ് ആവാൻ കാര്യം ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നൊരു സ്റ്റോറി കാണില്ല, നമ്മൾ ആഗ്രഹിക്കുന്നൊരു ലാലേട്ടനെ നമുക്ക് കാണില്ല. അതുകൊണ്ടൊക്കെയാണ് ആ പടം ഫ്ലോപ്പായത്. പക്ഷേ നല്ല പടങ്ങളിലാണ് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ എമ്പുരാനൊക്കെ ഇറങ്ങുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കഥ സിനിമയായിട്ട് ലാലേട്ടൻ അഭിനയിച്ച് ഇങ്ങനെ ഒരു റിലീസൊക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എന്നെപ്പോലെ സ്ക്രിപ്റ്റ് എഴുതുന്നവരും അങ്ങനെ അവരിഷ്ടപ്പെട്ട ആക്ടറെ കൊണ്ട് സിനിമ എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയില്ല എൻ്റെ കഥ സിനിമയാവുമോ എന്താവുമെന്ന്. പക്ഷേ എൻ്റെ അച്ചീവ്മെൻറ്റ് ഇത് ലാലേട്ടൻ്റെ അടുത്ത് എത്തി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. എന്താവും ഇങ്ങനെ ഒന്നും എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയും ഇത് ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചിലപ്പം ആൾക്കാർ തോന്നുന്നു ഇതെന്താ ഇവൻ, അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യത്തിന് നമ്മളൊരു ഒരു ഡെഡ് എൻഡ് കൊടുക്കുക. അതുവരെ നമ്മൾ ആ സക്സസ് ആയില്ലെങ്കിൽ അത് വിടുക, അത് നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാവും. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ ആഗ്രഹം നടന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹമായിട്ട് മുമ്പോട്ട് പോവാണ്. എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ എമ്പുരാൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ എമ്പുരാൻ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ഓക്കെ.